ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? യൂറോപ്പിലെ തന്നെ അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമോ? യൂറോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് വരുന്നത് സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, പാരീസ് ഇതൊക്കെ ആയിരിക്കും അല്ലേ. അൽബേനിയ എന്ന രാജ്യം അത്ര പരിചിതമായിരിക്കില്ല പലർക്കും. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു അണ്ടർ റേറ്റഡ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണല്ലേ. നേച്ചറിന്റെ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവർക്കും ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് നോർത്ത് അൽബേനിയ. നല്ല ഹൈ മൗണ്ടെയ്ൻസും അതേപോലെ തന്നെ ട്രഡീഷണൽ വില്ലേജസും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ്. നേച്ചറിന്റെ പ്യുവറസ്റ്റ് ഫോം കാണണമെങ്കിൽ ടെത്ത് വില്ലേജ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. വിന്ററിലെ ഭംഗി ആയിരിക്കില്ല കേട്ടോ സമ്മറില്. ഞങ്ങൾ പോയത് വിന്ററിലാണ്. എന്താ ഇപ്പൊ പറയാ, ഒരു മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന ഒരു സ്വർഗം, ഒരു ഫെയറി ടെയിൽ വേൾഡിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന പോലെ. പക്ഷെ ഈ പറയുന്ന സൗന്ദര്യം മാത്രമല്ല കേട്ടോ, കുറച്ച് അഡ്വഞ്ചറസും ആണ്. പ്രത്യേകിച്ച് ടെത്ത് വില്ലേജിലേക്ക് എത്താനുള്ള റോഡ് യാത്ര, അത് ഇച്ചിരി ടാസ്ക്കാണ്. നമ്മൾ പറയില്ലേ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് പറയണ പോലെ, ടെത്ത് എന്ന സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും സ്നോവും നിറഞ്ഞതായിരുന്നു. നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കല്ലുകളും മേളിൽ നിന്നൊക്കെ ചാടുന്നുണ്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്കൊക്കെ. ഞങ്ങളുടെ ഗൈഡാണെങ്കിൽ ഒരു അൽബേനിയക്കാരനായിരുന്നു. പുള്ളിക്ക് എങ്ങനെ ഡീൽ ചെയ്യണം ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിൽ ഇച്ചിരി ടാസ്ക് ആയിരിക്കും. നമ്മൾ ഈ കല്ല് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു കല്ല് മേളിൽ നിന്ന് വരുന്നത്. കുറച്ച് റിസ്ക്കിയാണ്. അതുമാത്രമാണോ, മഞ്ഞ് ശക്തമായിട്ട് വീഴുന്നൊരു സ്ഥലമാണ്. ചില സ്ഥലങ്ങളിലാണെങ്കിൽ റോഡ് തന്നെ കാണാനില്ല. ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ തന്നെ ഒരു 15 മിനിറ്റ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഈ സ്നോ വന്ന് മൂടിയിട്ട് നമുക്ക് റോട്ടിക്കടെ വണ്ടി ഓടിച്ച് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വണ്ടി വന്ന് ഈ സ്നോ ഒക്കെ പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് റോട്ടിക്കടെ പിന്നീട് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഒരു 15 മിനിറ്റ് കിട്ടിയില്ലേ. ആ സമയത്ത് നിയർ ബൈ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഞങ്ങളുടെ ഗൈഡ് കൊണ്ടുപോയി. എൻ്റെ പൊന്നോ, ആ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ മൊത്തം മഞ്ഞിൽ മൂടിക്കിടക്കുവാണ്. അവിടുത്തെ സ്റ്റാഫ് ഈ ഡോറിൻ്റെ ഫ്രണ്ട് മാത്രം മഞ്ഞ് മൊത്തം നീക്കി എൻട്രൻസിനുള്ള വേ മാത്രം ഒരുക്കിയേക്കണു. മൊത്തം മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുകയാണ്. അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള പോലെ സ്നോയിൽ ലവ് ഷേപ്പ് വരച്ച് ഹേർട്ട് ഇങ്ങനെ പൊക്കി എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ സെറ്റായില്ല ഗൈസ്. ഞങ്ങളൊന്ന് വാഷ്റൂമൊക്കെ ആ സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഞങ്ങളുടെ ഗൈഡാണെങ്കിൽ ഓരോ സ്പോട്ടിലൊക്കെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ നിർത്തി തരുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനും അതേപോലെ തന്നെ നേച്ചറിന്റെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് നിർത്തി കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ഗൈഡിനെ പറ്റി പറഞ്ഞില്ലല്ലോ, പുള്ളിക്കാരൻ്റെ അൽബേനിയക്കാരനാണ്. പുള്ളിക്കാരന് അത്യാവശ്യം ചെറിയ രീതിയിൽ മലയാളമൊക്കെ അറിയാവേ. ഞങ്ങളുടെ അടുത്ത് മലയാളത്തിലൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ എൻജോയ് ചെയ്ത് പോകാനായിട്ട് മലയാളം പാട്ടൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഇട്ട് തന്നെ കാറിൻ്റെ അകത്ത്. ഞങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു. ടെത്ത് വില്ലേജിൻ്റെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും ഫുള്ള് കോട. ചുറ്റുമുള്ളതൊന്നും ആ കോടയിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. കാരണം സിപ്പ് ലൈനും അതേപോലെ തന്നെ ATV റൈഡിങ്ങും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഓൾറെഡി ഉള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു വെതറിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തുടങ്ങുമ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. സിപ്പ് ലൈൻ തുടങ്ങുന്ന ആ ഒരു പോർഷനിലെത്തി ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ മെയിൻ്റനൻസ് ആക്ടിവിറ്റി എന്തോ നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു തലേദിവസം എന്തോ ഒരു ഫയർ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് മെയിൻ്റനൻസ് നടക്കുവാണ്, അതുകൊണ്ട് സിപ്പ് ലൈൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ആദ്യം കുറച്ച് എനിക്ക് നിരാശ വന്നെങ്കിലും ഞാൻ അതിൽ നിന്നൊരു പാഠം പഠിച്ചു. വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ പല ആക്ടിവിറ്റീസും മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ സമ്മറിൽ തന്നെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ എനിക്ക് ആകെയുള്ളൊരു സമാധാനം വിൻ്ററിൽ വന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വ്യൂ എനിക്ക് കാണാൻ പറ്റിയത്. ഞങ്ങൾ അങ്ങനെ ഏകദേശം ടെത്ത് വില്ലേജിൻ്റെ അടുത്തെത്തി. ടെത്ത് വില്ലേജ് എത്തി. ഇനിയുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെത്ത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഹൈക്കിംഗ് ആണ്. ഈ ഒരു വില്ലേജിലാണെങ്കിൽ കാര്യമായിട്ട് ഞാൻ ആരെയും കണ്ടില്ല. ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ കൂടെ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കുറേ പാറക്കെട്ടിക്കടെ ഈ ഉരുള് പൊട്ടിയൊക്കെ ഒലിച്ചിറങ്ങുന്ന പോലെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ വിൻ്റർ ഹൈക്കിങ് അത്ര എളുപ്പമല്ല കേട്ടോ. വഴി മൊത്തം സ്നോ ആണ്, പാറയൊക്കെ നല്ല വഴുക്കലുണ്ട്. നടക്കുമ്പോൾ ആണെങ്കിൽ ഓരോ സ്റ്റെപ്പും നല്ല കെയർഫുൾ ആയിട്ട് തന്നെ നടക്കണം. ഷെറിനാണെങ്കിൽ എവിടെ നിന്നോ ഊന്നുവടിയൊക്കെ സംഘടിപ്പിച്ചാണ് കേട്ടോ നടക്കുന്നത്. ഷെറിനൊരു ഇടുക്കിക്കാരി ആയതുകൊണ്ട് ഞാൻ കളിയാക്കാനും വിട്ടുകൊടുത്തില്ല. എല്ലാവരും പറയുന്ന പോലെ നീ ഒരു മൂപ്പത്തിയല്ലേ, അതുകൊണ്ട് നിനക്കിതൊക്കെ ഈസി ആയിരിക്കില്ലേ എന്നൊക്കെ ഞാൻ കളിയാക്കുന്നുണ്ട്. ഹൈക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇത്. നോക്കിയേ, പാറക്കെട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ വെള്ളം ഐസായിട്ടൊരു മെഴുകുതിരി പോലെ രൂപപ്പെട്ടിരിക്കുന്നുണ്ട്. എന്ത് രസമാണല്ലോ കാണാൻ.
കുറച്ചു നേരം ഞാൻ ഈ ഐസ് സ്റ്റിക്കൊക്കെ ഒന്ന് ഒടിച്ചൊക്കെ കളിച്ചിട്ട് പിന്നെയും യാത്ര തുടർന്നു. ഇപ്പം ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് തുടങ്ങി. നിരപ്പായ പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം കുറച്ച് കുന്നാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല വലിയ പാറക്കെട്ടുകൾ, മലയാറ്റൂർ മലയൊക്കെ കയറിയ ഒരു പ്രതീതി എനിക്കുണ്ടായ. ഷെറിൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ പാറക്കെട്ട് കയറി മുകളിലെത്തുമ്പോഴും ഞാൻ ഗൈഡിൻ്റെ അടുത്ത് ചോദിക്കും, എത്തിയോ എത്തിയോ? ഗൈഡ് പറയും, ഇല്ല കുറച്ചുകൂടെ ഉണ്ട്. അങ്ങനെ കുറേ കയറി ഏറ്റവും മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. നേച്ചർ സ്കൾപ്റ്റ് ചെയ്ത ഒരു ആർട്ട് വർക്ക് പോലെ ഉണ്ടായിരുന്നു. വളരെ സൂക്ഷിച്ചു വേണമായിരുന്നു വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. കാരണം എല്ലാ പാറയുടെയും മുകളിൽ ഒരു ഐസിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു. നമ്മൾ കാല് വയ്ക്കുമ്പോൾ തന്നെ നല്ല തെന്നലായിരുന്നു. കുറേ പ്രാവശ്യം തെന്നി വീഴേണ്ടതുമായിരുന്നു കേട്ടോ. ഒരു വിധത്തിലാണ് വാട്ടർഫാളിൻ്റെ കുറച്ചെങ്കിലും നിയറസ്റ്റ് ആയിട്ട് എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. ഷെറിൻ്റെ കാലാണെങ്കിൽ ഒന്ന് വഴുതി വെള്ളത്തിൽ പോവുകയും ചെയ്തു, ഷൂസ് മൊത്തം നനയുകയും ചെയ്തു. അതിൻ്റെ ദേഷ്യം പുള്ളിക്കാരത്തേക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അവളങ്ങ് അടുത്തേക്ക് പോകണ്ട, കുറച്ച് ദൂരെ നിന്ന് കണ്ടാൽ മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ കുറേ നിർബന്ധിച്ചാണ് ഷെറിൻ കുറച്ച് അടുത്തേക്ക് വന്നത്. പിന്നെ ഞാൻ നല്ല ഫോട്ടോസൊക്കെ കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. എന്നാലും പുള്ളിക്കാരത്തേക്ക് ഒരു പരിഭവം തന്നെയായിരുന്നു. വെള്ളം ഇത്ര ഹൈറ്റിൽ നിന്ന് വീഴുന്നത് കൊണ്ട് തന്നെ കുറേ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഞങ്ങളുടെ ഡ്രസ്സിൽ മൊത്തം ആയായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ഒരു ഹാഫ് വെറ്റ് ആയായിരുന്നു. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലെന്താ, ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ. എന്നും ഓർക്കാൻ പാകത്തിന് കുറേ എക്സ്പീരിയൻസ് സമ്മാനിച്ചില്ലേ. കംഫർട്ട് ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇതത്ര ദഹിച്ചെന്ന് വരത്തില്ല. പക്ഷെ നേച്ചറിനെ സ്നേഹിക്കുന്നവർക്കും അഡ്വഞ്ചറസ് ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വരുന്ന വഴിക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടില്ലായിരുന്നോ, അവിടെ ഞങ്ങൾ കയറി. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മൗണ്ടൻസ് ഒക്കെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ലാമ്പായിരുന്നു. ഈ ഒരു ആൽക്കഹോളിക് വെതറിൽ കുറച്ച് വൈൻ ട്രൈ ചെയ്തില്ലെങ്കിൽ അതൊരു മോശമായിരിക്കില്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഒരു 1/2 ലിറ്റർ വൈനും, ഇവിടെയൊക്കെ വൈൻ കിട്ടുന്നത് ജാറിലാണ്, അങ്ങനെ വൈനൊക്കെ കുടിച്ച് കുറച്ച് നേരം റീൽസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ടതെന്നൊക്കെ പറയുന്ന പോലെ തെത്ത് വില്ലേജും അതേപോലെ തന്നെ ഈ ഒരു വാട്ടർഫാളും ഈ ഒരു ഹൈക്കിങ്ങും എൻ്റെ യാത്രകളിൽ ഏറ്റവും സ്പെഷ്യലായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഷെയർ ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.